ഹായ് ഡിയേഴ്സ്, മക്കളെ നിങ്ങൾ എല്ലാവരും ഇനി കണക്ക് പരീക്ഷയുടെ ഒരു കാത്തിരിപ്പിന്റെ അവസാന ഘട്ടത്തിലാണ്. നമുക്ക് നമ്മുടെ മുന്നിൽ ഇനി നാളത്തെ ഒരു ദിവസം മാത്രമേ നമുക്ക് ഇനി പഠിക്കാനായിട്ട് അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് അത് പഠിച്ച് അതിന്റെ ഒരു പരീക്ഷയുടെ മുന്നൊരുക്കത്തിലൊക്കെ ആയിരിക്കും നിങ്ങൾ. അപ്പൊ ഞാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ ആണ്. ട്രിഗണോമെട്രി. ഓക്കെ, ട്രിഗണോമെട്രി ഒത്തിരി കുട്ടികൾക്ക് അത് പാടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ വളരെ എളുപ്പമാണ് ട്രിഗണോമെട്രി. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ തന്നെ ട്രിഗണോമെട്രി അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇന്ന് ട്രിഗണോമെട്രിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം നിങ്ങൾ കാണുന്നുണ്ട്. മെഷർ ഓഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈസ് 30 ഡിഗ്രി. ലെങ്ത് ഓഫ് ഇറ്റ് സ്മോളസ്റ്റ് സൈഡ് ഈസ് 6 സെന്റിമീറ്റർ. വാട്ട് ഈസ് ലെങ്ത് ഓഫ് ഇറ്റ്സ് ലോങ്സ്റ്റ് സൈഡ്? എന്താണ് ഇതിന്റെ വലിയ സൈഡ്? അപ്പൊ നമുക്കറിയാം, നമുക്ക് ട്രയാങ്കിളിന്റെ റേഷ്യോ വെച്ചിട്ടുള്ള കണക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ട്രയാങ്കിൾ, ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത് 30, 60, 90 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? അപ്പൊ ഇതുപോലെ റേഷ്യോ വരുന്ന ട്രയാങ്കിൾസിന്റെ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയണം. വളരെ എളുപ്പവും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ റേഷ്യോ ഉപയോഗിച്ച് സൈഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ കുറച്ചധികം കുട്ടികൾ നിങ്ങൾ പല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും നമുക്കിവിടെ നോക്കാം. ആദ്യം നിങ്ങൾ ആ ഒരു ആംഗിൾസ് ഐഡന്റിഫൈ ചെയ്യുക, എഴുതുക 30, 60, 90. ഓക്കെ, ദെൻ അതിന്റെ റേഷ്യോ 30ന്റെ ഓപ്പോസിറ്റ് 1:√3:2 എന്നാണ് അതിന്റെ റേഷ്യോ. 1:√3:2 എന്നാണ് അതിന്റെ റേഷ്യോ. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണ് തന്നിട്ടുള്ളത് നോക്കുക. ഇവിടെ 30ന്റെ ഓപ്പോസിറ്റ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ? ഇവിടെ 30ന്റെ ഓപ്പോസിറ്റ് എത്രയും തന്നിട്ടുണ്ട്? 6. അങ്ങനെയാണെങ്കിൽ ഇവിടെ 30ന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ താഴെ എന്ത് എഴുതുക? 6 എഴുതുക. =2. ഇപ്പൊ നോക്കണം, ഇവിടെ 1 ആയപ്പോ 90ന്റെ ഓപ്പോസിറ്റ് എന്തായി? അതിന്റെ ഡബിൾ ആയി അല്ലെ? 1ന്റെ ഡബിൾ അല്ലേ 2? അങ്ങനെയാണെങ്കിൽ 6ന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ അവിടെ എത്രയായിരിക്കും വരുന്നത്? 6ന്റെ ഡബിൾ എന്ന് പറയുന്നത് 12 ആയിരിക്കും. എത്രയായിരിക്കും? 12 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് എന്താണ്? ഈ ഒരു 6 ഇല്ലേ, നിങ്ങൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന 6, ഈ 6 അതിന്റെ കൂടെ ചേർത്തങ്ങ് എഴുതുക. 6√3. ഓക്കെ, 6√3. അപ്പൊ നമുക്ക് എല്ലാ സൈഡും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കാം, നമ്മൾ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 60ന്റെ ഓപ്പോസിറ്റ് ആരാണ്? 60ന്റെ ഓപ്പോസിറ്റ് ഈ ഒരു സൈഡാണ്. ഈ സൈഡ് എത്രയാണ്? 6√3. ഓക്കെ, നമുക്ക് ഇത് 6√3 എന്ന് എഴുതാം. ദെൻ 90ന്റെ ഓപ്പോസിറ്റ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് വലിയ സൈഡാണ്. സോ 90ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 12. ദെൻ നമുക്കിവിടെ 90യുടെ ഓപ്പോസിറ്റ് നമുക്കിവിടെ എത്ര എഴുതാം? ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് നമുക്കിവിടെ 12 എന്ന് എഴുതാം. ഓക്കെ ആണോ? ദെൻ എല്ലാ സൈഡും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ എളുപ്പമാണ് റേഷ്യോ ഉപയോഗിച്ച് സൈഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. വളരെ എളുപ്പമാണ്. ഞാൻ 1-2 അളവ് കൂടെ മക്കൾ ഇവിടെ തരാം. 30, 60, 90. ഓക്കെ, നിങ്ങൾക്ക് 90യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇപ്പൊ 1:√3:2 അല്ലേ? ഓക്കെ ആണോ? ദെൻ നിങ്ങൾക്ക് നോക്കുക, 90യുടെ ഓപ്പോസിറ്റ് ആണ്. ഇത്രയും അവിടെ തന്നിട്ടുള്ളത്. ഇത്രയാണ് നമ്മുടെ റേഷ്യോ. ഓക്കെ, ദെൻ നോക്കുക, 90യുടെ ഓപ്പോസിറ്റ് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. 10 ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ ആണ്. ദെൻ 30ന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ സൈഡ് ഏതായിരിക്കും? 90യുടെ ഓപ്പോസിറ്റ് പറഞ്ഞത് 10 ആണെങ്കിൽ 30ന്റെ ഓപ്പോസിറ്റ് പറഞ്ഞത് അതിന്റെ പകുതി ആയിരിക്കും അല്ലെ? 2ന്റെ പകുതിയാണ് 1. ഇപ്പൊ 10ന്റെ പകുതി 5. ഇവിടെ എന്ത് ചെയ്യുക? ഈ കിട്ടുന്ന 5 അതിന്റെ കൂടെ ചേർത്ത് എഴുതുക. √3. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 ആണ് വരുന്നതെങ്കിലോ? ഇവിടെ 6 ആണ് വരുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 6ന്റെ പകുതി ആയിരിക്കും. ഇവിടെ ഇതിനോട് √3 ചേർത്ത് എഴുതുക. 3√3. ഓക്കെ ആണോ? ഓക്കെ ആണ്. ദെൻ അടുത്ത് ഇനി മിഡിലുള്ള 60ന്റെ ഓപ്പോസിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? 30ന്റെ ഓപ്പോസിറ്റ് തന്നാൽ നിങ്ങൾ ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ 90യുടെ ഓപ്പോസിറ്റ് തന്നാൽ ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് 60ന്റെ ഓപ്പോസിറ്റ് തന്നാൽ എന്ത് ചെയ്യും? ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് 8 എന്ന് തന്നിരിക്കുന്നു. 8. ദെൻ ബാക്കിയുള്ള രണ്ട് സൈഡ് എന്താവും? മക്കളെ നോക്കുക, ഇവിടെ √3 ഉള്ളതുകൊണ്ട് രണ്ടിന്റെയും ഡിനോമിനേറ്ററിൽ √3 ഉണ്ടാവും. ഇടാം. ബാക്കി പ്രോസസ് എല്ലാം സെയിം ആണ്. ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരിക. 16. ഈ 8 എടുത്ത് ഇവിടെ എഴുതി വെക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സോ 16/√3 എന്നും അതുപോലെ തന്നെ 8/√3 എന്നും നമുക്ക് മറ്റ് രണ്ട് സൈഡുകൾ കിട്ടും. ഓക്കെ ആണോ? ഇങ്ങനെ നമുക്ക് ഏത് ട്രയാങ്കിളിന്റെ ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് വേണം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെയെങ്കിൽ ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കൂടി നിങ്ങൾക്ക് പഠിക്കാനില്ലേ? ഏതാണ്? യെസ്, 45, 45, 90. ഇവിടെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 45ന് ഓപ്പോസിറ്റ് 1:1:√2 എന്നാണ് അല്ലെ? ആംഗിൾ 45, 45, 90 ആയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് 1:1:√2 എന്നായിരിക്കും. ശരിയല്ലേ? 1:1:√2. അങ്ങനെയാണെങ്കിൽ 45ന്റെ ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റ് 3 ആയിരിക്കും. ലാസ്റ്റ് എന്തായിരിക്കും? 3√2 ആയിരിക്കും. ഡൗട്ട് ഉണ്ടാവും? ഇല്ല. കാരണം ആ കിട്ടുന്ന നമ്പർ എടുത്ത് അതിനോട് ഇട്ട് കൊടുക്കുക. ഇനി 90, 90, 45, 45, 90 ആണെങ്കിൽ
രണ്ട് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദെൻ ഇവിടെ ഇനി 90യുടെ ഓപ്പോസിറ്റ് ആണ് തരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. 90യുടെ ഓപ്പോസിറ്റ് ഇവിടെ നിങ്ങൾക്ക് 5 ആണ് തന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി രണ്ട് സ്ഥലത്തും ഡിവൈഡഡ് ബൈ √2 കൊടുക്കുക. കാരണം അവിടെ √2 ഇല്ല. ബാക്കി രണ്ട് സൈഡ് ഡിവൈഡഡ് ബൈ √2 കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? ആ അളവിനെ എടുത്ത് അതുപോലെ എഴുതുക 5. സോ 5/√2, 5/√2. ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ആൻസറിൽ എത്തിച്ചേരാനായിട്ട് കഴിയും. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ മക്കൾ, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സൈന്, കോസ്, ടാനിനെ പറ്റിയാണ്. അപ്പൊ നോക്കാം എന്താണ് സൈന്, കോസ്, ടാൻ എന്നുള്ള കാര്യം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയാൽ ഈ പാഠം കുറച്ചും കൂടി നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. നോക്കുക, കുറെ അധികം ആൾക്കാർക്ക് അറിയാമായിരിക്കും. പക്ഷെ ഒത്തിരി അധികം ആൾക്കാർ ചിലപ്പോൾ പരീക്ഷാ സമയത്ത് പോലും ഇത് ട്രിഗണോമെട്രി പാടാണ് എന്ന് പറഞ്ഞ് കളയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ നിങ്ങൾ സങ്കല്പിക്കുക. ഇത് എന്ന് പറയുന്നത് എ ആണ്, ഈ വശം ബി ആണ്, ഈ വശം സി ആണ് നിങ്ങളെന്ന് വിചാരിക്കുക. ദെൻ ഞാൻ ഇവിടെ ഒരു ആംഗിൾ ജസ്റ്റ് ഒരു എക്സ് ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യും. വെറുതെ ഒരു ആംഗിൾ എക്സ് ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യും. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സൈൻ, എന്താണ് കോസ്, എന്താണ് ടാൻ. ഇത്രയും സാധനങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ ആണോ? എന്താണ് സൈൻ, എന്താണ് കോസ്, എന്താണ് ടാൻ. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എതിർവശം ബൈ കർണം. ഏതാണോ നമ്മൾ എടുക്കുന്നത് അതിന്റെ എതിർവശത്തെ കർണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ കിട്ടും. അപ്പൊ എന്താണ് കോസ്? കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സമീപത്തിരിക്കുന്ന വശത്തെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോസ്. അപ്പൊ എന്താണ് ടാൻ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. അതായത് എതിർവശം ഇരിക്കുന്നതിന് സമീപവശം, അവിടെ ഹൈപ്പോട്ടന്യൂസ് ഇല്ല. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ഇരിക്കുന്നതിനെ സമീപവശം ഇരിക്കുന്ന, അതായത് അഡ്ജസെന്റിൽ ഇരിക്കുന്ന സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് സൈൻ കിട്ടും. അതൊന്നും നോക്കണ്ട, നിങ്ങൾ ഈ ഫിഗർ നോക്കി എന്താണ് സൈൻ എക്സ് എന്ന് വേഗം പറ. എന്താണ് സൈൻ എക്സ്? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഏതാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത്? യെസ്, എക്സിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ബി, ഹൈപ്പോട്ടന്യൂസ് സി ആണ് അല്ലെ. 90യുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതല്ലേ ഹൈപ്പോട്ടന്യൂസ്? യെസ്, അതായത് ഇവിടെ എക്സിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ബി ബൈ ഹൈപ്പോട്ടന്യൂസ് സി. സോ സൈൻ എന്ന് പറഞ്ഞാൽ ബി ബൈ സി. ഓക്കെ ആണോ? സൈൻ എന്ന് പറഞ്ഞാൽ ബി ബൈ സി. അപ്പൊ എന്താണ് കോസ്? എന്താണ് കോസ് എക്സ്? കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പറ? കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് സൈഡ്. അഡ്ജസെന്റ് സൈഡ് മക്കളെ, എക്സിന്റെ അഡ്ജസെന്റ് ഇരിക്കുന്ന ആളാരാണ്? എ ബൈ സി. എ ബൈ സി അല്ലെ. അഡ്ജസെന്റ് എ ആണ്, ഹൈപ്പോട്ടന്യൂസ് സി ആണ്. സോ എ ബൈ സി. ദെൻ വാട്ട് ഈസ് ടാൻ എക്സ്? യെസ്, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ബി ബൈ എ. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ബി ബൈ എ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇത് പഠിക്കണം. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ട്രിഗണോമെട്രിയുടെ വാല്യൂസ്, ചില ആൾക്കാർക്ക് സൈൻ 30, സൈൻ 40, സൈൻ 60, സൈൻ 90 ഇതിന്റെയൊക്കെ വില നിങ്ങൾക്ക് അറിയാം. സൈൻ 90 നിങ്ങൾ തൽക്കാലം നിങ്ങൾക്ക് പഠിക്കണ്ട. അങ്ങനത്തെ കുറച്ച് വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും. അങ്ങനെയുള്ളവര് ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ചാപ്റ്റർ തുടക്കത്തിൽ നമ്മൾ 2 ട്രയാങ്കിളിനെ പറ്റി പഠിച്ചു അല്ലെ. ഏതൊക്കെ ട്രയാങ്കിൾ ആണ് നിങ്ങൾ പഠിച്ചേ? നോക്ക്, 90, 30, 60. അതുപോലെ വേറൊരു ട്രയാങ്കിളും കൂടെ നിങ്ങൾ പഠിച്ചു. ഏതാണ്? യെസ്, 45, 90. എന്താണ് 45, 90? 1:1:√2. ഇവിടെയാണെങ്കിലോ 1:√3:2. ഓക്കെ ആണോ? ദെൻ ഇവിടെ നോക്കിയിട്ട് വേഗം സൈൻ 30 പറ. സൈൻ 30ന്റെ വില പറ. സൈൻ നേരത്തെ എന്താ പറഞ്ഞ? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. മക്കളെ ഇവിടെ 30ന്റെ ഓപ്പോസിറ്റ് 1, ഹൈപ്പോട്ടന്യൂസ് 2. സോ സൈൻ 30 1/2. ദെൻ വാട്ട് ഈസ് കോസ് 30? കോസ് 30 അഡ്ജസെന്റ് സൈഡ് √3/2. ദെൻ വാട്ട് ഈസ് ടാൻ 30? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് 1/√3. കഴിഞ്ഞു. സൈൻ 30, കോസ് 30, ടാൻ 30 3 വിലകൾ നമ്മൾ പഠിച്ചു. ദെൻ അടുത്ത് നമുക്ക് ഇനി ഇവിടെ ഒരു വില ഒരു ഇടം എഴുതാൻ ആംഗിൾ കൂടി. സൈൻ 60. ഇതാണ് സൈൻ 60. യെസ്, സൈൻ 60യുടെ ഓപ്പോസിറ്റ് √3. സൈൻ 60യുടെ ഓപ്പോസിറ്റ് √3 ബൈ ഹൈപ്പോട്ടന്യൂസ് 2. ദെൻ കോസ് 60 1/2 അല്ലെ. കോസിന്റെ സമീപവശത്തിരിക്കുന്ന ആരടാ? 60യുടെ സമീപവശത്തിരിക്കുന്നത് 1, ഹൈപ്പോട്ടന്യൂസ് 2. സോ 1/2. ദെൻ ഒരാളും കൂടി നമുക്ക് ഇവിടെ എഴുതാം. ടാൻ 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് √3/1 എന്ന് കിട്ടും അല്ലെ. ഓപ്പോസിറ്റ് √3/1. √3/1 നമുക്കറിയാം √3. കഴിഞ്ഞു. ഓക്കെ ആണോ? ദെൻ നമുക്കിനി ഒരാളും കൂടി ഇവിടെ എഴുതാം. സൈൻ 45. ഇതാണ് സൈൻ 45.
സൈൻ 45 ഏതെങ്കിലും ഒരു ആംഗിൾ 45 രണ്ട് ഈക്വൽ അല്ലെ ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്താൽ മതി. ഞാൻ ഈ ഒരു 45 എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് 1/√2 അല്ലെ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ്. ദെൻ എന്താണ് cos 45 1/√2. എന്താണ് tan 45? tan 45 നമുക്ക് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് 1/1 = 1. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമ്മുടെ ആംഗിൾസിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. എപ്പോഴും പരീക്ഷയ്ക്ക് sin 30, sin 60, അതുപോലെ തന്നെ sin 45, cos 45 ഈ ഒരു വാല്യൂസിന്റെ വിലകളൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരില്ല. അപ്പൊ അത് നമ്മൾ ഈ ഒരു വിലകൾ കാണാതെ പഠിച്ചു വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് ആ വാല്യൂസ് കിട്ടുന്നത്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് അത് പെട്ടെന്ന് വാല്യൂസ് ഓർമ്മിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഓർമ്മ കിട്ടിയില്ല എങ്കിൽ, നിങ്ങൾ വേഗം എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലോ നിങ്ങൾ ആൻസർ ഷീറ്റിന്റെ ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾ ഈ ഒരു ഫിഗർ വരയ്ക്കുക, ജസ്റ്റ് ആംഗിൾസ് മാർക്ക് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ നമ്മൾ അടുത്ത ആ ഒരു കാര്യം വെച്ചിട്ടുള്ള അടുത്ത ചോദ്യം, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ PQR ട്രയാങ്കിൾ ഒരു PQR തന്നിട്ടുണ്ട്. അതിൽ Q എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, Q എവിടെയാണ്? യെസ്, Q 90 ഡിഗ്രിയാണ്. ദെൻ R = X ഡിഗ്രി. ഈ R എന്ന് പറയുന്ന ആംഗിൾ X ഡിഗ്രിയാണ്. ഓക്കെ, ലെങ്ത് ഓഫ് സൈഡ് ഓഫ് PQ ആൻഡ് P. ഓക്കെ, അതായത് PQന്റെ നീളം A ആണ്, അതുപോലെ തന്നെ QR-ന്റെ നീളം B ആണ്, അതുപോലെ PR-ന്റെ നീളം C ആണ്. ഓക്കെ, സൈഡ്സ് തന്നിട്ടുണ്ട്. ദെൻ വിച്ച് എമോങ് ദ ഫോളോയിങ് tan x? എന്താണ് tan x മക്കളെ? എന്താണ് tan x? ചോദ്യം ചോദിക്കുന്നത് എന്താണ് tan x? നമുക്കറിയാം tan x എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. tan x എന്ന് പറഞ്ഞാൽ ആരാണ്? tan x എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ tan x-ന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരാണ്? യെസ്, A ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് B. ഓക്കെ, അപ്പൊ tan x-ന്റെ വില നമുക്ക് എന്തെന്ന് കിട്ടി? A/B എന്ന് കിട്ടി. യെസ്, tan x എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ പറയാം, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ദെൻ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി? A/B. യെസ്, A/B ആണ് റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? സിമിലർലി രണ്ടാമത് പറയുന്നുണ്ട്, B ക്വസ്റ്റ്യൻ. സിമിലർലി റൈറ്റ് sin x cos x ഫ്രം ദിസ് ട്രയാങ്കിൾ. എന്താണ് sin x? sin x വേഗം ഒന്ന് പറ, നിങ്ങൾ നോക്കിയിട്ടൊന്ന് വേഗം ഒന്ന് നോക്കിയാണ് sin x എന്താണ്? യെസ്, sin x ഇവിടെ ഇരിക്കുന്നു, x അല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ് അല്ലെ. sin x നമ്മൾ എടുക്കുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് A ആണ്, ഹൈപ്പോട്ടനൂസ് C ആണ്. സോ sin x എന്ന് പറഞ്ഞാൽ A/C. ദെൻ ഒരാളും കൂടെ നമുക്ക് എഴുതാം. എന്താണ് അവിടെ നിന്ന് cos x കൂടെ എഴുതാം. എന്താണ് cos x? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനൂസ് B/C. cos x എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ. ഓക്കെ, നമുക്ക് കാണുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ദെൻ നോക്കുക, cos x എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് B/C. ഓക്കെ ആണോ? cos x കിട്ടി. ദെൻ നമുക്കിനി ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. C ക്വസ്റ്റ്യൻ. എന്താണ് C ക്വസ്റ്റ്യൻ? അവരൊരു കാര്യം പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നു. C ക്വസ്റ്റ്യൻ ഞാൻ മേളിലാണ് എഴുതുന്നത്, നോക്കുക. പ്രൂവ് ദാറ്റ് sin x by cos x = tan x ആണെന്ന് പ്രൂവ് ചെയ്യണം. അടുത്ത വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാതെ ഉപയോഗിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ് sin x by cos x = tan x. അത് നിങ്ങളോട് ഇവിടെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് sin x? നോക്കാം, നമുക്കറിയാം LHS എന്ന് പറഞ്ഞാൽ sin x by cos x ആണ്. നമ്മളെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? tan x കിട്ടണം. sin x-ന്റെ വില നിങ്ങൾക്ക് അറിയാം, നിങ്ങളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? A/C ഡിവൈഡഡ് ബൈ ഈ ഒരു ഡിവൈഡഡ് ബൈ ഞാൻ ഇവിടെ ഇട്ടു. താഴെ cos x എന്ന് പറഞ്ഞാൽ B/C അല്ലേ. ഇനി നമുക്ക് ആരെയൊക്കെ ക്യാൻസൽ ചെയ്യാം? യെസ്, സെയിം ഡിനോമിനേറ്റർ സിയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് A/B അല്ലേ. A/B അല്ലേ tan x എന്ന് പറയുന്നത് അല്ലേ? A/B അല്ലടാ tan x. നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം നോക്ക്, A/B ആണ് എനിക്ക് tan x ആയിട്ട് കിട്ടിയത്, ശരിയല്ലേ? A/B. യെസ്. അപ്പൊ എന്താണ്? sin x by cos x ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? tan x കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക, ഇതേ ടൈപ്പ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ മക്കളെ അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ ആംഗിൾ B = 90 ഡിഗ്രി. ആംഗിൾ B എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. യെസ്, ആംഗിൾ B എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ദെൻ ആംഗിൾ C എന്ന് പറയുന്നത് 44 ഡിഗ്രി. ആംഗിൾ C 44 ഡിഗ്രി. ദെൻ അവർ ചോദിക്കുന്നു, വാട്ട് ഈസ് ദ മെഷർ ഓഫ് A? യുടെ മെഷർ എത്രയാണ്? നമുക്കറിയാം, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 44 ആണ്. ദെൻ ആംഗിൾ A എന്ന് പറയുന്നത് 90 - 44 ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് 46 എന്ന് കിട്ടും. ഓക്കെ, ആംഗിൾ A എനിക്ക് എങ്ങനെ കിട്ടും? 46. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് കൂട്ടുമ്പോൾ എനിക്ക് 180 കിട്ടും. അതിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, അല്ല 2 ആംഗിൾ തന്നിട്ടുണ്ട്, 90, 44. ദെൻ അടുത്തത് എന്തായിരിക്കും? 90 - 46. ദെൻ അടുത്തവർ ചോദിച്ചിരിക്കുന്നു, വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് tan 44? യെസ്, tan 44 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് ആരാണ്? AB ബൈ അഡ്ജസന്റ് ആരാണ്? BC അല്ലേ. ഓപ്പോസിറ്റ് ബൈ
അഡ്ജസന്റ്. അപ്പൊ എനിക്ക് ഉത്തരം കിട്ടി ടാൻ 44 എന്ന് പറഞ്ഞാൽ AB/BC. മക്കളെ AB/BC ഒന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ ആണോ? ദെൻ എന്താണ് അടുത്ത് വീണ്ടും ഒരു പ്രൂഫാണ്. സി ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് tan 44 into tan 46 equal to 1. യെസ്, നമുക്ക് tan 44ന്റെ വില അറിയാം. AB/BC ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. tan 44 കണ്ടുപിടിച്ചു AB/BC. അപ്പൊ നമുക്കിനി അടുത്ത ആരെ കണ്ടുപിടിക്കണം? tan 46നെ കണ്ടുപിടിക്കണം. എന്താണ് tan 46? tan 46 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 46. ഓപ്പോസിറ്റ് ആരാണ്? BC. അഡ്ജസന്റ് ആരാണ്? AB. കിട്ടി. ഇനി എന്താ പറയുന്നത്? ഇവത് രണ്ടും കൂടെ നമ്മൾ ഗുണിക്കണം. ഏതൊക്കെ രണ്ടും കൂടെ ഗുണിക്കണം? tan 44ഉം tan 46ഉം കൂടെ ഗുണിക്കണം. അതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. എനിക്കത് ഗുണിക്കുമ്പോൾ എത്ര കിട്ടണം? 1 എന്ന് ഉത്തരം കിട്ടണം. ഓക്കെ, ദെൻ ഞാൻ ചെയ്യുന്നു tan 44ന്റെ വില AB/BC ഇൻറ്റു ദെൻ tan 46ന്റെ വില BC/AB. അല്ലേ അല്ലേ? എബിയും ക്യാൻസൽ ആവും, BCയും ക്യാൻസൽ, എല്ലാം ക്യാൻസൽ ആയി. ലാസ്റ്റ് എനിക്ക് എത്ര എന്ന് കിട്ടും? 1 എന്ന് ഉത്തരം കിട്ടും. യെസ്, ദിസ് ഇസ് ദ പ്രൂഫ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും കൂടി നിങ്ങൾ ഇത് കാണുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അത് നോക്കിയിട്ട് പോവുക. മക്കളെ, നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾ B ഈക്വൽ ടു 90 ഡിഗ്രി, അതുപോലെ തന്നെ ADC ഈക്വൽ ടു 120 ഡിഗ്രി, അതുപോലെ തന്നെ C ഈക്വൽ ടു 30 ഡിഗ്രി. നമുക്ക് പറഞ്ഞിട്ട് ഒരു സൈഡ് അവർ തന്നിട്ടുണ്ട്, DC എന്ന് പറയുന്ന സൈഡ് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആംഗിൾ DAC എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? അതെങ്ങനെ 30 ഡിഗ്രി ആയിരിക്കും? ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഇത് 120, ഇത് 30. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? അതെ, 120യിൽ നിന്ന് 30 കൂട്ടുക, അപ്പൊ 150 എന്ന് കിട്ടും. 180യിൽ നിന്ന് 150 കുറയ്ക്കുമ്പോഴേക്കും എനിക്ക് ഇവിടെ 30 എന്ന് കിട്ടും. ഓക്കെ ആണോ? ദെൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ശരിയല്ലേ? ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. കാരണം രണ്ട് ആംഗിൾസ് ഈക്വൽ ആയാൽ അത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ദെൻ അങ്ങനെയെങ്കിൽ ഈ 30ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 10 ആണ് വരുന്നതെങ്കിൽ ഈ 30ന്റെ ഓപ്പോസിറ്റ് ഈ വശം എത്ര വരും മക്കളെ? ആ വശം 10 വരും. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. DAC നമുക്ക് കിട്ടി എത്ര ഡിഗ്രി? 30 ഡിഗ്രി. ദെൻ ബി ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AD ഞാൻ പറയാണ് 10 സെന്റിമീറ്റർ. എന്തുകൊണ്ട് 10 ആയി? വളരെ ഈസിയാണ്. ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയ AD എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. then എന്താണ് മൂന്നാമത്തെ ചോദ്യം? ഫൈൻഡ് ആംഗിൾ ADB. ആംഗിൾ ADB എത്രയായിരിക്കും? ADB നിങ്ങൾക്ക് അറിയാം, ഇതൊരു ലീനിയർ പെയർ ആണ് അല്ലെ? ഇതൊരു ലീനിയർ പെയർ ആണ്. മൊത്തം 120 ആണെങ്കിൽ അത് എത്രയായിരിക്കും? യെസ്, ADB എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ADB എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BD ആൻഡ് AC. നമുക്ക് വേണ്ടത് BD എന്ന് പറയുന്ന വശം വേണം. BD എന്ന് പറയുന്ന വശം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ഡിഗ്രിയാണ്. നിങ്ങൾ അവിടെ D ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇവിടെ കൺസിഡർ ട്രയാങ്കിൾ ABD. നിങ്ങൾ ABD എന്ന ട്രയാങ്കിൾ കണ്ടോ? ABD. യെസ്, ABD എന്ന് പറഞ്ഞ കണ്ടോ? ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. യെസ്, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി അല്ലേ? ശരിയല്ലേ? കാരണം എന്താണ്? ഇതെന്ന് പറയുന്നത് 60 ആണ്, ഇത് 90 ആണ് അല്ലേ? ഇത് 60 ആണ്, ഇത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയേ പറ്റൂ? 30 ഡിഗ്രി ആയേ പറ്റൂ അല്ലേ? അപ്പൊ അതിന്റെ റേഷ്യോ നമ്മൾ ഇനി അടുത്ത അതിന്റെ റേഷ്യോ എന്താണ്? 1:√3:2. ഇനി നമ്മൾ അറിയേണ്ടത് ഏതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ട്രയാങ്കിളിലെ ഏതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് തന്നിട്ടുള്ളത്? യെസ്, AD തന്നിട്ടുണ്ട് 10. കാരണം നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് AD 10 ആണ്. ശരിയല്ലേ? അപ്പൊ 90യുടെ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്. ദെൻ 90യുടെ ഓപ്പോസിറ്റ് 10. ഓക്കെ ആണോ? ദെൻ 30ന്റെ ഓപ്പോസിറ്റ് എങ്കിൽ 10ന്റെ പകുതി 5. ദെൻ 60ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ആ 5 അതിന്റെ കൂടെ ഇട്ട് കൊടുക്കുക, 5√3. ശരിയല്ലേ? നമ്മൾ ഈ ഒരു വീഡിയോ സെക്ഷന്റെ ആദ്യം പറഞ്ഞ കാര്യമാണ്. റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ BDയുടെ നീളം എത്രയെന്ന് പറ. BD എന്ന് പറഞ്ഞാൽ 30. ഇത് 30 അല്ലേ? 30ന്റെ ഓപ്പോസിറ്റ് 5. BD എന്ന് പറഞ്ഞാൽ എനിക്ക് 5 എന്ന് കിട്ടി. ശരിയല്ലേ? BD എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ഒരു വശം കൂടി കണ്ടുപിടിക്കണം മക്കളെ. ഒരു വശം കൂടെ കണ്ടുപിടിക്കണം. ഏതാണ്? AC എന്ന് പറയുന്ന ഒരു വശം കൂടി കണ്ടുപിടിക്കണം. ഞാൻ BD കണ്ടുപിടിച്ചു, ഇനി എനിക്ക് AC കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, AC കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആ വലിയ ട്രയാങ്കിൾ കണ്ടോ, ABC എന്ന് പറയുന്ന ആ ഒരു വലിയ ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യണം. റേഷ്യോ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്, വളരെ എളുപ്പമാണ്. ഇൻ ട്രയാങ്കിൾ ABC. ഓക്കെ, ABCയിലെ നമുക്ക് അതിന്റെ ബാക്കി ഇവിടെ എഴുതുവാണ്. ABCയിലെ ആംഗിൾസ് 30, 60, 90 ആണ്. ശരിയല്ലേ? 30, 60, 90 ആണ്. നിങ്ങൾ നോക്കിയാൽ മതി. നോക്കടാ, ഇതെന്ന് പറയുന്നത് 90, ഇത് 30, ഇത് മൊത്തം 60. ഡൗട്ട് ഉണ്ടോ?
അത് എളുപ്പമാണ്, നമ്മൾ നേരത്തെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഏതിന്റെ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്? യെസ്, ഈ ഒരു 30യുടെ 60യുടെ ഓപ്പോസിറ്റ് 10+5 നമുക്ക് 15 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ബി ഡി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? ബി ഡി എന്ന് പറയുന്നത് നമ്മൾ എത്രയെന്ന് കണ്ടുപിടിച്ചു? 5 എന്ന് കണ്ടുപിടിച്ചു. സോ ഈ ടോട്ടൽ ലെങ്ത് നമുക്ക് 15 എന്ന് കിട്ടും. എളുപ്പമല്ലേ? ഇനി എങ്ങനെ ചെയ്യും? യെസ്, 15 ആയതുകൊണ്ട് തന്നെ മറ്റ് രണ്ട് സ്ഥലത്ത് നമ്മൾ ഡിവൈഡഡ് ബൈ √3 കൊടുക്കുക. ഈ 15 എടുത്ത് ഇവിടെ വയ്ക്കുക, ഇതിന്റെ ഡബിൾ എടുത്ത് ഇവിടെ കൊടുക്കുക. നമ്മളെ ഉത്തരം ആയി അല്ലേ? മിഡിലുള്ള ആൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞു 60ന്റെ ഓപ്പോസിറ്റ് ആണ് തരുന്നതെങ്കിൽ ബാക്കി രണ്ട് സൈഡിൽ നമ്മൾ ഡിവൈഡഡ് ബൈ √3 കൊടുക്കുക. കാരണം ഇതിന്റെ റേഷ്യോ എന്താണ്? ഞാൻ റേഷ്യോ എഴുതാൻ വിട്ടുപോയി. 1:√3:2 എന്നാണ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ √3 രണ്ട് സൈഡിലും കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക? സൈഡ് കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് വേണ്ടത് എ സി ആണ്. എ സി എന്ന് പറയുന്നത് 90യുടെ ഓപ്പോസിറ്റ്. സോ എ സി ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം? 30/√3 എന്ന് എഴുതാം. 30/√3 വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. നിങ്ങൾ എഴുതിയില്ലെങ്കിലും സാരമില്ല. 30/√3 ഓക്കെ ആണോ? 30/√3 എങ്ങനെ മാറ്റണം? എനിക്ക് 3 × 10/√3 എന്ന് എഴുതാം. 30/√3. എനിക്ക് ഈ 3 എങ്ങനെ എഴുതാം? √3 × √3 × 10/√3 എന്ന് എഴുതാം. കാരണം വെറുതെ ഇരിക്കുന്ന 3 എനിക്ക് √3 × √3 എന്ന് എഴുതാം. ഇനി ഒരു √3 ക്യാൻസൽ ചെയ്ത് പോയി എനിക്ക് 10√3 എന്ന് ഉത്തരം കിട്ടും. വളരെ എളുപ്പത്തിൽ 10√3 എന്ന് ഉത്തരം കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് തന്നെ ഈ പ്രോബ്ലം എന്ത് ചെയ്യാൻ നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. ഇതുപോലുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ഉണ്ടാവും. ദെൻ അടുത്ത ഒരു സെക്ഷൻ. ഈ ഒരു സെക്ഷനിൽ നമ്മളൊരു സർക്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. സർക്കിളിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം. ഇവിടെ എല്ലാവരും നോക്കുക. യെസ്, ഇതൊരു സർക്കിൾ. ഇതിന്റെ ഒരു കോഡ് AB തന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു ആംഗിള് ആ ആർക്കിൽ ഈ ഒരു കോഡ് ആ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ X എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഇതിന്റെ സെന്റർ ഇതാണ്. സോ ഇതിന്റെ റേഡിയസ് R എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ഇവിടെ നിന്ന് റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2R. ഡയമീറ്റർ നമ്മൾ 2R എന്നല്ലേ പറയുന്നത്? 2R = ഏതാണോ അത് കോഡ് AB ബൈ അത് ആ കോഡ് അതിന്റെ ആർക്കിൽ ഉണ്ടാക്കുന്ന കോണിന്റെ സൈൻ. ഓക്കെ, അപ്പൊ എന്ത് വരും? sin X ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? നമുക്ക് നമ്മളെ ഡയമീറ്റർ കിട്ടി. ഓക്കെ ആണോ? ദെൻ മക്കളെ ഇനി ഇവിടെ നിന്ന് AB ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഈ സൈനിനെ കൂടി ഇപ്പുറത്ത് കൊണ്ടുവരിക. ദാറ്റ് ഈസ് AB = ലെങ്ത് ഓഫ് കോഡ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ AB = 2R sin X. അപ്പൊ X എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാണോ ആ കോഡ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ന് പറയുന്നത് sin X എന്ന് പറയുന്നത്. ഓക്കെ ആണ്? ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ചോദ്യം എങ്ങനെ ചെയ്യാം? നമ്മളെ ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യണം? ഇവിടെ നോക്ക്. ഇൻ എ സർക്കിൾ AB ഈസ് എ കോഡ് ഓഫ് എ സർക്കിൾ. AB എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ കോഡാണ്. അതിന്റെ റേഡിയസ് 3 എന്ന് തന്നിട്ടുണ്ട്. യെസ്, കോഡ് AB മേക്സ് റൈറ്റ് ആംഗിൾ അറ്റ് സെന്റർ. സെന്ററിൽ അത് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അത് ആർക്കിൽ ഉണ്ടാക്കുന്ന ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ആർക്കിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്മളെ ചോദ്യം വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB എന്നാണ്. നമുക്കറിയാം AB യുടെ ഫോർമുല എന്താണ്? AB = നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2R sin X. therefore 2R, R എന്ന് പറഞ്ഞാൽ 3. സോ 2 × 3 × sin X എന്ന് പറഞ്ഞാൽ 45. സോ 2 × 3 × sin 45ന്റെ വില 1/√2. sin 45ന്റെ വില 1/√2. മക്കളെ നോക്കുക, ഈ 2നെ എനിക്ക് എങ്ങനെ എഴുതാം? √2 × √2 × 3 ഡിവൈഡഡ് ബൈ √2 എന്ന് എഴുതാം അല്ലേ? വെറുതെ ഇരിക്കുന്ന ആ ഒരു √2നെ എനിക്ക് എങ്ങനെ ആക്കാം? √2 × √2 എന്നാക്കാം. ഓക്കെ ആണോ? ദെൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ √2 ക്യാൻസൽ ചെയ്ത് പോയി എനിക്ക് AB എത്രയെന്ന് കിട്ടും? 3√2 എന്ന് കിട്ടും. AB യുടെ വില എനിക്ക് 3√2 എന്ന് കിട്ടും. വളരെ എളുപ്പമാണ്. നന്നായിട്ട് ഇതൊന്ന് നോക്കുക. AB യുടെ വില എനിക്ക് 3√2 എന്ന് കിട്ടും. ഇത്രയുള്ള ഈ രണ്ട് ഫോർമുല നിങ്ങൾ നോക്കുക. 2R = AB by sin X. സോ AB = 2R sin X. നമ്മൾ ആ AB ആണ് ആവശ്യമെങ്കിൽ sin X ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. ദെൻ അടുത്ത ഒരു ചോദ്യം നോക്കുക. ഇനി ഈ ചോദ്യം എങ്ങനെ ചെയ്യും? BC ഈസ് എ കോഡ് ഓഫ് ദ സർക്കിൾ സെന്റേർഡ് അറ്റ് O. സെന്റർ O ആണ്. BC എന്ന് പറയുന്നത് 10 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റേഡിയസ്. നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ ഫോർമുല എന്താണ്? 2R = ഏതാണോ കോഡ് BC ബൈ അതുണ്ടാക്കുന്നതിന്റെ സൈൻ. സോ sin X. ഓക്കെ ആണോ? X നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആംഗിൾ എഴുതും. സോ 2R = BC 10 sin 60. ഓക്കെ ആണോ? ദെൻ നമുക്ക് വേണ്ടത് ഈ 2 ആണ്. R ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? R = 10/2 × sin 60.
ഡൗട്ട് ഉണ്ടോ? ആറല്ലേ കണ്ടുപിടിക്കേണ്ടേ? ദെൻ ആർ ഈക്വൽ ടു ഈ ഇത് വെട്ടിപ്പോകുമ്പോൾ എത്ര വരും? 5. സോ 5 ഡിവൈഡഡ് ബൈ സൈൻ 60യുടെ വില നിങ്ങൾക്ക് അറിയാം, √3/2. സൈൻ 60യുടെ വില √3/2. ദെൻ ആർ ഈക്വൽ ടു മക്കളെ 2 കറങ്ങി അങ്ങ് മോളിൽ പോകും, എത്ര വരും? 2 കറങ്ങി മോളിൽ പോകുമ്പോൾ 10/√3 എന്ന് വരും. ഓക്കെ, സോ ആർ ഈക്വൽ ടു നമുക്ക് ഉത്തരം കിട്ടി 10/√3. റേഡിയസ് എത്രയാണ്? 10/√3. വളരെ എളുപ്പമാണ്, നന്നായിട്ട് പഠിക്കുക. ഇവിടെ പഠിക്കാനുള്ള ഫോർമുല ഏതാണ്? 2r is equal to BC/sin. ഏതാണോ കോഡ് ആ കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എടുക്കുക. വളരെ എളുപ്പമാണ്. ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. പരീക്ഷയ്ക്ക് ഒരു 2019 മുതലുള്ള പരീക്ഷയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മോഡൽ എക്സാമിന് ഒരു പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ പബ്ലിക് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. എ ബോയ് സ്റ്റാൻഡിംഗ് അറ്റ് one bank of a river sees the top of a tree on other bank directly opposite to the boy at an angle of elevation 60 degree. ഓക്കെ, അതായത് ഒരു പുഴക്കരയിൽ ഒരു കുട്ടി നിൽക്കുന്നു. പുഴയുടെ അക്കരെയുള്ള ഒരു മരത്തെ ആ കുട്ടി ആദ്യം കണ്ടത് എത്ര ഡിഗ്രിയിലാണ്? 60 ഡിഗ്രിയിലാണ് കണ്ടത്. സ്റ്റെപ്പിംഗ് 40 മീറ്റർ ബാക്ക്, അവൻ 40 മീറ്റർ പുറകിലേക്ക് നടന്നു നോക്കിയപ്പോ ഹി സീസ് ദ ടോപ്പ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 30 ഡിഗ്രി. അവൻ എന്ത് ചെയ്തു? അതിന്റെ ടോപ്പ് 40 മീറ്റർ പുറകിലേക്ക് നടന്നു നോക്കിയപ്പോ ആ മരത്തിന്റെ മുകളറ്റം എത്ര ഡിഗ്രി കണ്ടു? 30 ഡിഗ്രിയിൽ കണ്ടു. ദെൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഫിഗർ ആൻഡ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം ഫിഗർ വരയ്ക്കണം. ഓക്കെ, ഇതെല്ലാം നടക്കുന്നത് ഭൂമിയിലാണ്. ഇവിടെയാണ് ആദ്യം കുട്ടി നിന്നത്. ഇതാണ് നിങ്ങൾ പുഴയുടെ വീതി എന്ന് വിചാരിക്കുക. ഓക്കെ, പുഴയുടെ അക്കരയിൽ ഒരു കുട്ടി നിപ്പുണ്ട്, അക്കരയിൽ മരം നിപ്പുണ്ട്. അപ്പൊ അവൻ ആദ്യം ഇവിടെ നിന്ന് കണ്ടത് അത് 60 ഡിഗ്രിയിലാണ്. ശരിയല്ലേ? ആദ്യം അവൻ പറയുന്നത് കണ്ടോ, ബോയ് സ്റ്റാൻഡ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. ദെൻ അവൻ 40 മീറ്റർ പുറകിലേക്ക് നടന്ന് വീണ്ടും ആ സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോ അവൻ എത്ര ഡിഗ്രിയിൽ കണ്ടു? 30 ഡിഗ്രിയിൽ കണ്ടു. ഓക്കെ, 40 ഡിഗ്രി ബാക്കിലോട്ട് നടന്ന് നോക്കിയപ്പോ എത്ര ഡിഗ്രി കണ്ടടാ? 30 ഡിഗ്രിയിൽ കണ്ടു. എങ്കിൽ ചോദ്യം എന്താണ്? നമുക്ക് ആദ്യം ഫിഗർ, ഇതാണ് നമ്മുടെ ഫിഗർ. സ്കെയിലൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വൃത്തിയായിട്ട് വരയ്ക്കുക. ദെൻ ഞാൻ അടുത്ത് ഇതിന് പേര് കൊടുക്കുകയാണ്. മക്കളെ ABCD എന്ന് പേര് കൊടുക്കും. എനിക്കിനി വേണ്ടത് ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് വേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ട്രീ ഇതാണ് എനിക്ക് വേണ്ടത്, ഹൈറ്റ് ഓഫ് ദ ട്രീ. എങ്ങനെ ഹൈറ്റ് ഓഫ് ദ ട്രീ കണ്ടുപിടിക്കും? വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കുക, എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ ഈ 60 30 ആണെങ്കിൽ എപ്പോഴും ഈ ഒരു നമുക്ക് ഇവിടെ ട്രയാംഗിൾ ഇല്ലേ, ഇവിടെ ഒരു ട്രയാംഗിൾ. യെസ്, ഇത് 60 ആയതുകൊണ്ട് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. 60 ആയതുകൊണ്ട് ഇത് എത്ര ആയിരിക്കും? 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും മക്കളെ? 30 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ദെൻ നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം, രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് ട്രയാംഗിൾ ആയിരിക്കും? യെസ്, ഇതൊരു ഐസോസ്ലസ് ട്രയാംഗിൾ ആണ്. ഐസോസ്ലസ് ട്രയാംഗിൾ നമ്മൾ കുറച്ച് മുന്നേ അതുമായിട്ട് ബന്ധപ്പെട്ട കണക്ക് ചെയ്തതാണ്. ഈ 30ന്റെ ഓപ്പോസിറ്റ് 40 ആണെങ്കിൽ 30ന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഈ വശം എത്ര ആയിരിക്കും? 40 ആയിരിക്കും. സോ എനിക്ക് ഈ ഒരു വശം എത്രയെന്ന് കിട്ടി? 40 എന്ന് കിട്ടി. 40 ഓക്കെ ആണോ? ഈ വശം എത്രയെന്ന് കിട്ടി? 40 എന്ന് കിട്ടി. ഇനി എനിക്ക് ബാക്കി എളുപ്പമാണ്. ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ട്രയാംഗിൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബാക്കി രണ്ട് സൈഡും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യെസ്, എങ്ങനെ കൺസിഡർ ചെയ്യും? ഇൻ ട്രയാംഗിൾ BBC ആംഗിൾ എത്ര ഡിഗ്രി? 30, 60, 90. ശരിയല്ലടാ? ഇത് 60, ഇത് എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി. ഇതിന് ഏതിന്റെ ഓപ്പോസിറ്റ് ആണ് തന്നിട്ടുള്ളത്? 90യുടെ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്. സോ 1:√3:2. ശരിയല്ലേ? 90യുടെ ഓപ്പോസിറ്റ് എത്ര തന്നിട്ടുണ്ട്? 40. 90യുടെ ഓപ്പോസിറ്റ് 40 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അളവിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഇതിന്റെ പകുതി ആയിരിക്കും അല്ലെ? അതിന്റെ പകുതി ആയിരിക്കും എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 20 ആയിരിക്കും. സോ ഈ വശം 20√3 കഴിഞ്ഞു. എല്ലാം നമ്മളെ ചോദ്യത്തിന്റെ മൊത്തം ഉത്തരങ്ങൾ നമ്മുടെ കയ്യിലായിട്ടുണ്ട്. ഇനി എന്താണ് അവർ ചോദിക്കുന്ന ആവശ്യപ്പെടുന്ന സാധനം എടുത്തെഴുതുക. ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ 60ന്റെ ഓപ്പോസിറ്റ് ആണ്. സോ ഇവിടെ 60ന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് 20√3. സോ നമ്മൾ എഴുതുന്നു ഹൈറ്റ് ഓഫ് ദ ട്രീ ഈക്വൽ ടു 20√3. ദെൻ അടുത്ത ബി ചോദ്യം എന്താണ്? ബി ചോദ്യം വിഡ്ത് ഓഫ് ദ റിവർ. യെസ്, റിവർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇവിടെയല്ലേ കുട്ടി നിൽക്കുന്നത്? യെസ്, റിവർ. ഇപ്പൊ റിവർ എന്ന് പറഞ്ഞാൽ റിവറിന്റെ വിഡ്ത് ഓഫ് ദ റിവർ ഈക്വൽ ടു എത്ര? വിഡ്ത് ഓഫ് ദ റിവർ 30യുടെ ഓപ്പോസിറ്റ് 20. 30യുടെ ഓപ്പോസിറ്റ് ഓക്കെ ആണ്. ഇതൊരു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക മക്കളെ. ഇവിടെ 60ഉം 30യുമാണ് വരുന്നതെങ്കിൽ ഓക്കെ,
60ഉം 30യുമാണ് വരുന്നതെങ്കിൽ ഇവിടെ വരുന്നതിന്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്നത്. പക്ഷെ 60ഉം 30 ആണെങ്കിൽ മാത്രമേ അങ്ങനെ പകുതി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ 60യും 30യാണ് വരുന്നതെങ്കിൽ അല്ലെ, 60യുടെ പകുതി 30, അങ്ങനെയാണെങ്കിൽ 40ന്റെ പകുതി 20 ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, ഈ ഒരു നീളം 20 ആയിരിക്കും. അത് എപ്പോഴും ഓർമ്മിക്കുക, 60യും 30യും വരുന്നെങ്കിൽ മാത്രം. ഓക്കെ, അല്ലാതെ എപ്പോഴേലും ഇവിടെ വരുന്ന ആംഗിളിന്റെ പകുതിയാണ് ഇവിടെ വരുന്നതെങ്കിൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ 80 തന്നു, ഇവിടെ 40 തരുന്നത്, അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഈ ഒരു ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. നമുക്ക് ഇവിടെ വരുന്ന അളവെടുത്ത് എവിടെ എഴുതാൻ പറ്റും? ഹൈപ്പോട്ടന്യൂസിൽ എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ സൈനും കോസും ഒക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യണം. റേഷ്യോ അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ സൈനും കോസും ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ബാക്കി ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കണക്ക്. പരീക്ഷയ്ക്ക് ഒത്തിരി തവണ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ നന്നായിട്ട് നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എച്ച്. അതെ, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ചോദ്യത്തിന്റെ ആ ഒരു 60-30 അല്ലാതെ വരുന്ന പ്രോബ്ലം ആണ്. നോക്കുക. എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് എ ടെലിഫോൺ ടവർ അറ്റ് ആൻ എലിവേഷൻ 80 ഡിഗ്രി. ഓക്കെ, ഈ പ്രോബ്ലം ഞാൻ ഇതൊന്ന് വരച്ച് തരും. ബാക്കി പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് ചെയ്യുക. കാരണം ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയുന്നത് പോലെ പ്രോബ്ലംസ് പരമാവധി സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ പറ്റുള്ളൂ. സോ പ്രോബ്ലംസ് പരമാവധി നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ഞാൻ ഇത് തുടങ്ങി നിങ്ങൾക്ക് വരച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇതിന്റെ ഫൈനൽ ആൻസർ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഓക്കെ, എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് എ ടെലിഫോൺ ടവർ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 80 ഡിഗ്രി. ഇപ്പോ ഒരു പയ്യൻ അവൻ ഇങ്ങനെ നിൽക്കുവാണ്. ഒരു ഫിഗർ നമുക്ക് വരയ്ക്കാനുണ്ട്. അവൻ ആദ്യം ഒരു ടെലിഫോൺ ടവർ കാണുന്നത്, ഇതാണ് ടെലിഫോൺ ടവർ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവിടെയാണ് ആ പയ്യൻ നിൽക്കുന്നത്. ആദ്യം അവൻ ടെലിഫോൺ ടവർ കണ്ടത് 80 ഡിഗ്രിയിലാണ്. ദെൻ അവൻ 20 മീറ്റർ പുറകിലേക്ക് നടന്നു നോക്കിയപ്പോ അവനത് 40 ഡിഗ്രിയിൽ കണ്ടു. ഓക്കെ ആണോ? ദെൻ ഒന്നാമത് ചോദ്യം, ഡ്രോ എ റഫ് ഫിഗർ. കഴിഞ്ഞു, റഫ് ഫിഗർ വരച്ചു. ക്വസ്റ്റ്യൻ വായിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ റഫ് ഫിഗർ വരച്ചു. സോ ABCD എന്ന് പേര് കൊടുത്തു. ഓക്കെ ആണോ? ദെൻ അടുത്ത് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. മക്കളെ, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന ആംഗിളിന്റെ പകുതിയാണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ 20 തന്നെ ആയിരിക്കും ഇവിടെ വരുന്ന 20, ഈ അളവ്. ഓക്കെ, 20 മീറ്റർ. മനസ്സിലായോ? അതായത് എപ്പോഴും ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ വരുന്ന ആംഗിളിന്റെ പകുതിയാണ് ഇവിടെ വരുന്നതെങ്കിൽ എപ്പോഴും ഈ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. എനിക്ക് ഏതാണ് വേണ്ടത്? ഏതാണ് ഒന്നാമത്തെ ദിവസം? ഹൈറ്റ് ഓഫ് ദ ടവർ, അതായത് ഓപ്പോസിറ്റ് സൈഡ് വേണം. ഞാൻ എന്തെടുത്താൽ മതി? സൈൻ 80 എടുത്താൽ മതി. സൈൻ 80 is equal to ഓപ്പോസിറ്റ് DC by ഹൈപ്പോട്ടന്യൂസ് BD. ഓക്കെ ആണോ? ഇതിൽ വില കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഉത്തരവായി. അപ്പൊ ഇവിടുന്ന് DC എങ്ങനെ കണ്ടുപിടിക്കും? DC equal to BD into സൈൻ 80. സോ DC equal to BD. BD എത്ര കിട്ടി? BD എന്ന് പറയുന്നത് 20 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇൻറ്റു സൈൻ 80ന്റെ വില നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് 0.98. ഇത് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഉത്തരവായി. നിങ്ങൾ വേഗം ഇതിന്റെ ഉത്തരം ചെയ്ത് എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഗുണിക്കാൻ എളുപ്പമാണ്. 10ന്റെ മൾട്ടിപ്പിൾ ആണ് മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ഇവിടെ വരുന്നത് 10, 20, 40 അങ്ങനെ. നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം കഴിഞ്ഞ കണക്കിൽ അവിടെ 40 ആണോന്ന് അല്ലേ? അപ്പൊ ഈ കണക്കിൽ 20 വന്നു. മിക്കവാറും കണക്കുകൾ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. ദെൻ ഇതിന്റെ ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ദെൻ അടുത്ത ചോദ്യം നോക്കടാ. 2 sides of a parallelogram are 20 centimeter and 10 centimeter. ഓക്കെ, ഒരു പാരലോഗ്രാമിന്റെ 2 സൈഡ്സ് 20 സെന്റിമീറ്റർ അതുപോലെ തന്നെ 10 സെന്റിമീറ്റർ എന്നേ. അതിനിടയിലുള്ള ആംഗിൾ 40 ഡിഗ്രി. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പാരലോഗ്രാം? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഹൈറ്റ്? ഓക്കെ, ഹൈറ്റ് ഓഫ് ദ പാരലോഗ്രാം എങ്ങനെ കണ്ടുപിടിക്കും? വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം. ഞാൻ ആദ്യം ഇതിനൊന്ന് പേര് കൊടുക്കണം മക്കളെ. ABCD. ഇവിടെ P എന്നുവല്ല പേര് കൊടുക്കും. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് PD ആണ്. PD അല്ലേ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ? ഈ ഒരു ഹൈറ്റ് അല്ലേ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? യെസ്, PD. എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഇവിടെ ട്രയാങ്കിൾ ഇരിപ്പുണ്ട്. ഇൻ ട്രയാങ്കിൾ APD. ഇവിടെ നിങ്ങൾ സൈൻ 40 എടുത്താൽ മതി. സൈൻ 40 എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് PD ബൈ ഹൈപ്പോട്ടന്യൂസ് AD. PD അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സോ AD ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരൂടാ? AD ഇൻറ്റു സൈൻ 40 is equal to PD. AD ഇൻറ്റു സൈൻ 40 is equal to PD. ഓക്കെ, AD എത്ര? 10 ഇൻറ്റു 10 തന്നിട്ടുണ്ട്. AD എന്ന് പറഞ്ഞാൽ 10. ദെൻ സൈൻ 40ന്റെ ഇവിടെ തന്നിട്ടുണ്ട് 0.64 is equal to PD. 0.64 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 6.4 is equal to PD. PDയുടെ വില എനിക്ക് 6.4 എന്ന് കിട്ടി. സോ ഹൈറ്റ് എനിക്ക് കിട്ടി. ദെൻ ഇനി ഒന്നും കൂടി ഉണ്ട്. എന്താണ്? ഏരിയ.
മക്കളെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ. ബേസ് എത്ര? 20 ഇൻറ്റു ഹൈറ്റ് എത്ര? 6.4. ഓക്കെ ആണോ? ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 20 അല്ലേ? ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു ഇപ്പോ 6.4. ദെൻ എനിക്ക് ബാക്കി എങ്ങനെ കിട്ടും? യെസ്, 64 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര? 128 കിട്ടും അല്ലേ? ഇവിടെ ഇവിടെ 0 വരും. മൊത്തം ഒരു സ്ഥാനം മാറ്റി കുത്തുമ്പോ 128 എന്ന് എനിക്ക് ഉത്തരം കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? വളരെ സിമ്പിൾ ആണ്, വളരെ എളുപ്പമാണ്. നന്നായിട്ട് പഠിക്കുക. 128 സെന്റിമീറ്റർ സ്ക്വയർ. 128 സെന്റിമീറ്റർ സ്ക്വയർ വളരെ സിമ്പിൾ ആണ്. പാരലോഗ്രാമിന്റെ ഏരിയ ഒക്കെ കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് ഇത് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ മക്കളെ നിങ്ങൾക്ക് ട്രിഗണോമെട്രി കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രിഗണോമെട്രി മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. നമുക്ക് ആകെപ്പാടെ ഇതിനകത്ത് പഠിക്കാനുള്ളത് ആദ്യത്തത് ട്രയാങ്കിളിന്റെ റേഷ്യോ വരുന്ന ടൈപ്പ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് സൈൻ c/2 നമ്മളെ കോഡ് ഡയമീറ്റർ റേഡിയസ്. പിന്നെ നമ്മൾ പഠിച്ചത് നമ്മളെ ഫിഗർ മാത്സ്, അതായത് പുഴക്കരയിൽ നിൽക്കുന്ന കുട്ടി, പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ്, അതുപോലെ തന്നെ സണ്ണിന്റെയും ഷാഡോയുടെയും കണക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണക്കുകളെല്ലാം നിങ്ങൾ നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, പരമാവധി ചോദ്യങ്ങൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ കിട്ടുന്ന സാധ്യതകളുണ്ട്. അപ്പൊ അവിടെ നിന്നെല്ലാം നിങ്ങൾ ചോദ്യങ്ങൾ എടുത്ത് സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കണക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലായി ഒരിക്കൽ കൂടെ നിങ്ങൾ ഈ വീഡിയോ കാണുക, വീണ്ടും വീഡിയോ കാണുക, കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചോദ്യങ്ങൾ പരമാവധി വർക്ക്ഔട്ട് ചെയ്യുക. അത്യാവശ്യം നമ്മൾ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പഠിച്ച ആ ഒരു റേഷ്യോ വരുന്ന കണക്കുകളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു നോക്കുക. കാരണം റേഷ്യോ വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്. റേഷ്യോ വരുന്നത് മിക്ക കണക്കുകളിലും റേഷ്യോ വരുന്നത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അത് നോക്കുക. വളരെ ഈസിയാണ്. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.